ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു CD100 SS നമ്മളൊരു RTRൻ്റെ ഫുൾ സെറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കസ്റ്റമർ ഇതിൽ കുറച്ച് പാർട്സുകൾ എടുത്ത സമയത്ത് കുറച്ച് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഫണ്ട് ചെറിയ രീതിയിലേക്ക് വ്യത്യാസം, നല്ല രീതിയിലുള്ള നഷ്ടം കസ്റ്റമർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസ്ക് സെറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യുക. അപ്പോൾ അത് കണ്ടുവരുമ്പോഴത്തേക്ക് അതിന് ശേഷം ഞാൻ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ സ്പേസർ കാര്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് RTRൻ്റെ ഡിസ്ക് പ്ലേറ്റാണ്. അതുപോലെ തന്നെ ഹബ്ബ് നമ്മൾ ഫിയറോൻ്റെ ഹബ്ബാണ്, TVS ഫിയറോ എന്ന് വരുന്ന കമ്പനിയുടെ വണ്ടിയുടെ ഹബ്ബാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒറിജിനൽ ഹബ്ബ് തന്നെയാണ്. അതുപോലെ തന്നെ ഫോർക്ക് യൂസ് ചെയ്തേക്കുന്നത് RTR 180 ആണ്. അതുപോലെ തന്നെ കാലിപ്പറും നമ്മൾ RTR 180 തന്നെയാണ്. റിമ്മ് വണ്ടിയിൽ വന്ന സ്റ്റോക്ക് തന്നെയാണ്, റിമ്മൊന്നും മാറ്റിയിട്ടില്ല. റിമ്മ് 18 റിമ്മ് തന്നെ ചെയ്തേക്കുന്നത്. ടയറൊക്കെ കസ്റ്റമറുടെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ മഡ് ഗാർഡ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് TVS വിക്ടറിൻ്റെ ആണ്. അപ്പോൾ വണ്ടി SS ആയതുകൊണ്ട് ആ ഒരു SS-ൻ്റെ മഡ് ഗാർഡ് തന്നെയാണ് ഇതിന് കാണാൻ ഭംഗിയെങ്കിലും നമുക്ക് ഫിറ്റിങ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റോക്കിൽ അതിൻ്റെ ഫിറ്റിങ്സ് ഇരുന്നോട്ടെ എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിക്ടറിൻ്റെ ആ ഒരു മഡ് ഗാർഡ് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലെങ്ത്ത് കൂടിയ ഒരു ഓസ് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഓസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ് സിലിണ്ടറൊക്കെ പുതിയതാണ്. മാസ് സിലിണ്ടർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാസ് സിലിണ്ടറാണ് യൂസ് ചെയ്തേക്കണം. ബ്രേക്കിംഗ് എല്ലാം പക്കയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോർക്ക് ബൂട്ട് യൂസ് ചെയ്തേക്കണത് ഇത് പൾസറിൻ്റെ ഫോർക്ക് ബൂട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടാണ് ഒരു വയർ ടാഗ് ഇട്ടിട്ടുണ്ട്.
നമ്മൾ എക്സ്ട്രാ ലെങ്ത്തൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൾസറിൻ്റെ തന്നെ സ്റ്റീൽ ബേഡിൻ്റെ വരുന്ന കമ്പനിയുടെ ഫോർക്ക് കൂട്ടാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഹബ്ബ് നമ്മൾ ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ പിനിയനും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ്. ഫീറോന് വരുന്ന പിനിയനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഹാഫ് ഹബ്ബിൽ നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റ് കൊണ്ടുവന്നുണ്ട്. അതുപോലെ തന്നെ നെട്ട് ബോൾട്ടുകൾ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അലങ്കീസ് എല്ലാം പുതിയതാണ്. അതുപോലെ തന്നെ കാലിപ്പർ പിന്നെ സ്റ്റോക്ക് കളറാണ്, അതിലൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു RTRൻ്റെ ഡിസ്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എക്സ്ട്രാ സ്പേസിയസ് ഒന്നും കാണേണ്ട കാര്യമില്ല. റൈറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പിനിയനും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് തന്നെ ഇതിന് സ്യൂട്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ SSൻ്റെയൊക്കെ ടീസ്റ്റം അതേ സെയിം വീതി തന്നെയാണ് RTRൻ്റെ അതുപോലെ തന്നെ ഫീറോനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരില്ല. ആകെ വരുന്നത് നമ്മൾ SSൻ്റെ മഡ്ഗാർഡ് ഇടുകയാണെങ്കിൽ അതിന് സ്പേസർ ആവശ്യം വരും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിക്ടറിൻ്റെ മഡ്ഗാർഡ് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്പ്ലെൻഡറിൻ്റെയാണ്. അപ്പോൾ ആ ഒരു കീ സെറ്റ് യൂസ് ചെയ്യാനും ഹാൻഡിൽ ലോക്ക് ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ മീറ്ററിൻ്റെ ഒരു സെക്ഷൻ പറയുമ്പോൾ മീറ്ററിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇത് കസ്റ്റമർ കൊണ്ടുവന്ന മീറ്ററാണ്. നോർമലി വരുന്ന SSൽ ന്യൂട്രൽ ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ കാണുക. അപ്പോൾ ഇതിൽ ന്യൂട്രൽ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ആ സെക്ഷന് പകരം ഹെഡ് ലൈറ്റിൻ്റെ ബ്രൈറ്റിൻ്റെ ഒരു കണക്ഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റും റൈറ്റും ആയിട്ട് അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് മീറ്ററിൽ തന്നെ അറിയാനായിട്ട് പറ്റും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് ഈ ഒരു മീറ്ററിലും വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ RTRൻ്റെ ഫോർക്ക് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു SSൻ്റെ അല്ലെങ്കിൽ സ്പ്ലെൻഡറിൻ്റെ ഒക്കെ ആ ഒരു ഫോർക്കിനേക്കാളും ഒരു 1.25 ഇഞ്ചോളം ഹൈറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു RPM മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഇതിലുണ്ടായിരുന്നു, പക്ഷേ കണക്ഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പിൻ്റെയൊക്കെ കണക്ഷൻ സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറിന് ഇതിൽ കുറച്ച് നഷ്ടം വരാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലിപ്പർ അതുപോലെ തന്നെ മാസ് സിലിണ്ടറൊക്കെ ഈ ഒരു ബോൾട്ട് പൊട്ടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നണം. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് മാസ് സിലിണ്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കാലിപ്പർ പിസ്റ്റൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് പമ്പ് ചെയ്യുന്ന ടൈമിൽ ഓറിങ് മാറ്റിയാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് എടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടും പോയി. അതുപോലെ തന്നെ ഇത് പുതിയതും മേടിക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലേറ്റ് ചെറിയ രീതിയിൽ ബെൻഡും കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലേറ്റും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫണ്ടിൽ വ്യത്യാസം വരും. പ്ലേറ്റൊക്കെ നമ്മൾ ഏകദേശം ബെൻഡ് എടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ബെൻഡാണെങ്കിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ചെറിയ രീതിയിലുള്ള ബെൻഡ് ആയതുകൊണ്ട് നമ്മൾ ബെൻഡ് എടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്ക് സെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിച്ചെടുക്കുക. നമുക്ക് മാക്സിമം എടുക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫണ്ട് നഷ്ടം വരും. പിന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു കാലിപ്പറും മാസ് സിലിണ്ടറും നമ്മൾ എപ്പോഴും പുതിയ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലേറ്റും ചെറിയ പ്ലേറ്റുകളാണെങ്കിൽ വലിയ ബെൻഡ് പെട്ടെന്ന് കിട്ടില്ല. വലിയ പ്ലേറ്റുകൾ വരുമ്പോഴാണ് ഈ ബെൻഡിൻ്റെ കേസുകൾ വരുന്നത്. അപ്പോൾ മാക്സിമം എടുക്കുന്ന സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് വലിയ ഫിനാൻഷ്യലി പ്രോബ്ലം വരില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മൾ ഈ ഡിസ്ക് സെറ്റ് എടുക്കുമ്പോൾ ഈ കാലിപ്പറും മാസ് സിലിണ്ടറൊക്കെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.